എല്ലാ കൂട്ടുകാർക്കും മാജിക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എൻ്റെ മകന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് പുറേ ദി പതാത്തെ, മാഷ്ഡ് പൊട്ടറ്റോസ്. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഏകദേശം ഈ വലുപ്പമുള്ള 4 പൊട്ടറ്റോസ് എടുത്തിട്ടുണ്ട്, 1 ഗ്ലാസ് പാല്, കുറച്ച് ചീസ് ചുരണ്ടി എടുത്തത്. ഇപ്പം ഞാനിവിടെ നമ്മളുടെ പൊട്ടറ്റോസ് എല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലേക്കിട്ട് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് വേവിച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ നമ്മുടെ പൊട്ടറ്റോസ് എല്ലാം നല്ലപോലെ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയെല്ലാം പൊളിച്ച് വൃത്തിയാക്കി എടുക്കാം. ഇപ്പം ഞാനിവിടെ നമ്മുടെ പൊട്ടറ്റോസ് എല്ലാം തൊലിയെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയായി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇത് നല്ലപോലെ ഉടച്ചെടുക്കാം. ഇത് തൊലിയോടുകൂടി പുഴുങ്ങിയാൽ നല്ല ടേസ്റ്റാണ്. അധികം നമ്മുടെ പൊട്ടറ്റോസിൽ വെള്ളമൊന്നും കയറില്ല. ഇനി നിങ്ങൾക്ക് തൊലി ഇല്ലാതെ വേണമെങ്കിലും പുഴുങ്ങിയെടുക്കാം, അത് അവരവരുടെ ഓപ്ഷണലാണ്. ഞാൻ എപ്പോഴും പൊട്ടറ്റോസ് പുഴുങ്ങിയെടുക്കുമ്പോൾ ഇതുപോലെ തൊലിയോട് കൂടിയാണ് പുഴുങ്ങുന്നത്. രണ്ടിനും 2 ടേസ്റ്റായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോസ് എല്ലാം ഇതുപോലെ നല്ലപോലെ വൃത്തിയായി പൊടിച്ച് ഒരു ഫോർക്ക് ഉപയോഗിച്ച് നല്ലപോലെ പൊടിച്ചെടുക്കാം. നമ്മുടെ പൊട്ടറ്റോസ് എല്ലാം നല്ലപോലെ പൊടിച്ച് ഇതുപോലെ ഒരു കുഴഞ്ഞ പരുവത്തിലെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്കിത് കിട്ടണം. അപ്പം ഞാനിവിടെ ഒരു സ്റ്റീൽ പാത്രം വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സ്റ്റീൽ പാത്രത്തിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ പൊട്ടറ്റോസ് ഇട്ടുകൊടുക്കാം. ഇനി അതിലേക്ക് 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. കാരണം നമ്മൾ ഈ പൊട്ടറ്റോസ് ഉപ്പിടാതാണ് പുഴുങ്ങിയെടുത്തത്. ചെറിയ തീയിൽ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. അധികം പാലിൻ്റെ ആവശ്യമില്ല, കാരണം അത് ഒത്തിരി ലിക്വിഡ് ആകേണ്ട കാര്യമില്ല. കുറേശ്ശെയായിട്ട് നമുക്ക് പാൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് അടിക്ക് പിടിക്കാതെ ശ്രദ്ധിക്കണം. ചെറിയ തീയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബട്ടർ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ മാഷ്ഡ് പൊട്ടറ്റോസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് ഒരു സൈഡ് ഡിഷാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാനൊരു ബർഗറിൻ്റെ ഇറച്ചി കൂടി തയ്യാറാക്കുന്നുണ്ട്. ഇനി അത് ഇങ്ങനെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ഞാൻ ഇതുപോലെ ഒരു പാൻ വെച്ച് നല്ലപോലെ ഇത് ചൂടായിട്ടുണ്ട്. ഇതിന് എണ്ണയൊന്നും ആവശ്യമില്ല. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഇറച്ചി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇത് കഴുക്കത്തിൻ്റെ ഇറച്ചിയാണ്, നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ് കഴിക്കാൻ. അപ്പം നമ്മുടെ ഇറച്ചിയുടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിന് വലിയ വേഗമൊന്നുമില്ല, അത് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, അതിന് തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു മണി ഒന്ന് പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ.